ഇനി എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഇതിനുള്ള മറുപടി ഉറപ്പായും ആ ഭീകരക്കൂട്ടങ്ങൾക്ക് നൽകിയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് തന്നെയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും രാജ്യത്തെമ്പാടുമുള്ള ജനങ്ങളും തറപ്പിച്ചു പറയുന്നത്. ആ ഭൂപടത്തിൽ നിന്ന് തന്നെ പാകിസ്ഥാനെ തുടച്ചു നിൽക്കേണ്ട കാലഘട്ടം അനിവാര്യമായിരിക്കുന്നു. ഇതാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ആ ഭീകരക്കൂട്ടങ്ങൾക്കുള്ള ഒളിസങ്കേതമായി പാകിസ്ഥാൻ മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്നും പലതരത്തിലുള്ള പ്ലാനും പദ്ധതികളും അത് ആസൂത്രണം ചെയ്യാനായി നിരവധി ആളുകളെ രാജ്യത്തേക്ക് കടത്തിവിട്ടിരിക്കുന്നു. ഇതിനൊക്കെ ഒരു അറുതി വരുത്താനായി എല്ലാവരെയും തീർക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത്. ചെങ്കോട്ടയിൽ ഉണ്ടായ ആ സ്ഫോടനത്തിന് നിർദ്ദേശം നൽകിയത് ജെയ്ഷെ മുഹമ്മദ് ആണെന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഇസ്ലാമാബാദിൽ പൊട്ടിയിരിക്കുന്നു ആദ്യ വെടി. ദില്ലിയിലെ തന്നെ പ്രധാന തലസ്ഥാനത്ത് സ്ഫോടനം നടത്തണമെന്ന നിർദ്ദേശമായിരുന്നു ജെയ്ഷെ മുഹമ്മദ് രാജ്യത്തുള്ള ഈ സ്ലീപ്പർ സെല്ലുകൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്, ചാവേറുകൾക്ക് കൊടുത്തിരുന്നത് എന്നാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്ന സൂചന. സ്ഫോടനം ഉണ്ടായതിനെ തുടർന്ന് പലരെയും കസ്റ്റഡിയിലെടുത്തു. പല കുറിയായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതായത് ഇന്ത്യ നൽകിയിരിക്കുന്ന തിരിച്ചടി, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന നാശനഷ്ടങ്ങൾ, ഇതൊന്നും താങ്ങാൻ പോലും കഴിയാതെ ഭീകരരും അവരുടെ കുടുംബാംഗങ്ങളും രാക്കിരാമാനം ഒളിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ജീവൻ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഘട്ടം വരെ എത്തിച്ചു. എന്നാൽ ഇത് നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള, ഒരുപക്ഷെ ഏറെക്കാലമായി അവർ ആസൂത്രണം ചെയ്ത വലിയൊരു പദ്ധതിയായിരുന്നു. അതിനുള്ള ഉദാഹരണങ്ങൾ നമുക്ക് നേരത്തെ തന്നെ ലഭ്യമായതാണ്. ഇതല്ല, ഒന്നിലധികം പദ്ധതികൾ പ്ലാൻ ചെയ്തിരുന്നു. ഏകദേശം 24 മണിക്കൂറിനുള്ളിൽ 8ഓളം പദ്ധതികളാണ് ഇന്ത്യൻ സുരക്ഷാ സേന നിർവീര്യമാക്കിയത്. അതിൽ ഭയന്നു തന്നെ കൂട്ടാളികളൊക്കെ പിടികൂടി എന്ന് മനസ്സിലായി ഓടി രക്ഷപ്പെട്ടവനാണ് ഇത്രയും ഒരു ക്രൂരത ചെയ്തിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ രാജ്യമൊട്ടാകെ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. ഏത് നിമിഷവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നോ ഭീകരരുടെ ഭാഗത്തു നിന്നോ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് കരുതിയിരുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വളരെ വ്യക്തമായി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ 5 ദിവസം മുൻപേ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത പോലും നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായി തന്നെ പറയുന്നു, ലഷ്കർ-ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും മറ്റ് ഭീകരരും ചേർന്നുകൊണ്ട് പാകിസ്ഥാന്റെ സഹായത്തോടുകൂടി ഇന്ത്യയിൽ ഒരു വലിയ ആക്രമണം നടത്താൻ പദ്ധതിയിരുന്നു. ആ പദ്ധതികളെ ഒക്കെ തന്നെ നിർവീര്യമാക്കിയിരുന്നു ഇന്ത്യൻ സുരക്ഷാ സേന. അതിനിടയിലാണ് വൈറ്റ് കോളർ സംഘത്തിനെ ചാവേറുകളാക്കി മാറ്റി ചെങ്കോട്ടയിലെ സ്ഫോടനം നടത്തിയിരിക്കുന്നത്. ഇത് ജെയ്ഷെ മുഹമ്മദിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കമാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇതിനുള്ള തിരിച്ചടി ഉറപ്പായും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇതിനിടയിൽ തന്നെയാണ് പാകിസ്ഥാനിലും ചാവേർ ആക്രമണം ഉണ്ടായത്. സമാനമായി തന്നെ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു അത് തന്നെ അവിടെയും സംഭവിച്ചിരിക്കുന്നു. സ്ഫോടനത്തിൽ 12 പേർ കൊല്ലപ്പെട്ടു, 27ഓളം പേർക്ക് പരിക്കേറ്റു. 12 പേർ എന്നുള്ളത് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്ലാമാബാദിലെ ജുഡീഷ്യൽ കോംപ്ലക്സിന് സമീപത്ത് കോടതി പരിസരത്താണ് ആൾക്കൂട്ടം ഉണ്ടായിരുന്ന സമയത്താണ് ഇത്തരമൊരു സ്ഫോടനം ഉണ്ടായത്. ഈ കോംപ്ലക്സിന് സമീപത്ത് ഒട്ടനവധി വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു. അതിൽ ഒരു കാറാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചത്. പരിക്കേറ്റവരെ നഗരത്തിലെ പിംസ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. പൊട്ടിത്തെറിയെ തുടർന്ന് കാർ പൂർണ്ണമായും തകർന്നുപോയതും കത്തി അമരുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. ഉച്ചയ്ക്ക് കൃത്യം 12:30 ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റോഡിലേറെ തിരക്കുണ്ടായിരുന്ന സമയം. കോടതിയുടെ പ്രധാന കവാടത്തിന് സമീപത്ത് നിർത്തിയിട്ട കാറിൽ അക്രമി സ്ഫോടക വസ്തു വെച്ച് ഉടൻ തന്നെ അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ലക്ഷ്യമുണ്ടായിരുന്നത് കോടതിയാണോ നിയമപാലകരെയാണോ എന്ന കാര്യത്തിൽ ഒന്നും വ്യക്തത വന്നിട്ടില്ല. സംഭവ സ്ഥലത്ത് നിന്നും 6 കിലോമീറ്റർ അകലെ വരെ സ്ഫോടന ശബ്ദം കേട്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അത്രയധികം പ്രകമ്പനം സൃഷ്ടിച്ച ഒരു മഹാസ്ഫോടനമായിരുന്നു അവിടെ ഉണ്ടായത്. സ്ഫോടനത്തിൽ നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. സുരക്ഷാ ഏജൻസികളാകട്ടെ പ്രദേശത്തെ നിരീക്ഷണവും കൂടുതൽ കർശനമാക്കി. ഇസ്ലാമാബാദിലും റാവൽപിണ്ടിയിലുമൊക്കെ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. നിലവിൽ തീവ്രവാദികളൊന്നും തന്നെ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ TTPയുടെയോ അതിന്റെ സഖ്യകക്ഷികളുടെ പങ്കാളിത്തം
ഈ ആക്രമണത്തിന് പിന്നിലുണ്ടെന്ന് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നു. അതോടൊപ്പം തന്നെ അഫ്ഗാനിസ്ഥാന്റെ പങ്ക് വളരെ വ്യക്തമായി തന്നെ ഇതിൽ ആരോപിക്കുകയാണ് പാകിസ്ഥാൻ. അതായത് അഫ്ഗാനിസ്ഥാനെ കുറ്റപ്പെടുത്തി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഹവാദ് ആസിഫ് രംഗത്ത് വന്നു. ജില്ലാ കോടതി ആക്രമിക്കാൻ ചാവേർ ആക്രമണത്തിലൂടെ ഒരു ശ്രമമാണ് അവർ നടത്തിയത്. പക്ഷേ കോടതിക്കുള്ളിലേക്ക് ഇവർക്ക് കടക്കാൻ കഴിഞ്ഞില്ല എന്നാണ് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മുഹസിൻ നഖ്വി പറയുന്നത്. ചാവേർ ആക്രമണം നടത്തിയ ആളെ തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമാണ്. പിന്നിലുള്ള സകലരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ചാവേർ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും രംഗത്തെത്തി. ഇതിനിടയിൽ ന്യൂഡൽഹിയിലുണ്ടായ ഈ കാർ സ്ഫോടനത്തിന് പിന്നിലുള്ളവരെ ഒരു തരത്തിലും വെറുതെ വിടില്ല എന്നും വളരെ ശക്തമായ രീതിയിൽ അവർക്കുള്ള പ്രഹരം നൽകുമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത്. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഭൂട്ടാനിലാണെങ്കിൽ പോലും ഉടനടി ഇന്ത്യയിലെത്തി ഇതിനുവേണ്ട എല്ലാ നടപടികളും കൈക്കൊള്ളും. ഇതിനോടകം തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു. വളരെ ഗൗരവത്തോടെ സർക്കാർ ഈ ആക്രമണത്തെ നോക്കിക്കാണുന്നുണ്ട്. ഏറെ വേദനയോടാണ് സംസാരിക്കുന്നത് എങ്കിൽ പോലും ഈ രാജ്യം മുഴുവൻ ഇന്ന് ആ ദുരന്തത്തിൽ ഇരകളായിട്ടുള്ള കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. കഴിഞ്ഞ രാത്രി മുഴുവൻ അന്വേഷണ ഏജൻസികൾ ഇതിന് പിന്നാലെ തന്നെയാണ്. ഒരു സംശയവും വേണ്ട, ഇതിന് ഉത്തരവാദികളായിട്ടുള്ളവരെ, ഇതിന് ഗൂഢാലോചന നടത്തിയിട്ടുള്ളവരെ വെറുതെ വിടില്ല. ഇതിനുള്ള കാര്യം അതല്ലെങ്കിൽ ഇതിനുള്ള ഉത്തരം അവർ എണ്ണി പറയേണ്ടി വരും. തിങ്കളാഴ്ച ദിവസം വൈകുന്നേരമായിരുന്നു ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും 20ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. എന്തുകൊണ്ട് ചെങ്കോട്ട തിരഞ്ഞെടുത്തു? ഇതൊരു ഗ്രാജുവേറ്റഡ് ടാർഗറ്റിംഗ് എന്ന രീതിയിലുള്ള നീക്കമല്ലേ? ലക്ഷ്യം നടത്തിയതിൻ്റെ തുടർച്ചയാണോ? 17 വർഷത്തിനപ്പുറം രാജ്യ തലസ്ഥാനത്തെ ലക്ഷ്യം വയ്ക്കുന്നതാണോ? പലതരത്തിലുള്ള ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ്. എല്ലാത്തിനുമുള്ള ഉത്തരം ഇതിലുണ്ട്. ചെങ്കോട്ട സ്ഫോടനത്തിന് പിറകെ തന്നെ പാകിസ്ഥാൻ അതീവ ജാഗ്രതയിൽ കടന്നു പോകുന്നു. കാരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികാര നടപടി ഇനി ഉറപ്പായും ഉണ്ടാകും. അതിൽ നമ്മളൊക്കെ തന്നെ വെന്തു വെണ്ണീറാകും എന്നുള്ള ചിന്താഗതി പാകിസ്ഥാൻ അധികാരികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ കൂടുതൽ സംഘർഷങ്ങൾക്കുള്ള സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കുകയാണ് ഭീകര രാജ്യം. ഇന്ത്യ പാക് അതിർത്തിയിൽ പാകിസ്ഥാൻ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് നിരീക്ഷണം നടത്തിപ്പോരുന്നത്. എല്ലാ എയർബേസുകളിലും എയർ ഫീൽഡുകളിലും റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിനുള്ള മറുപടി ഇന്ത്യ നൽകിയത് വ്യക്തമായി അറിയാവുന്നതാണ്. കനത്ത തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഓർമ്മ ഇതുവരെയും മങ്ങാത്ത പാകിസ്ഥാനെ സംബന്ധിച്ച് ഇനി എന്തായിരിക്കും എന്നുള്ളത് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. പാകിസ്ഥാൻ ഇനി ഉണ്ടാകുമോ? ഇന്ത്യ തീരുമാനിക്കും.